കർത്താവിന് പ്രിയപ്പെട്ടവരെ, ഇപ്പോഴേ നമ്മൾ ക്രിസ്തുമസ് എന്ന മഹാ ആഘോഷം നടത്തുകയാണ്. ആ ഒരു വലിയ പെരുന്നാൾ ആഘോഷിക്കാൻ ലോകം മുഴുവനും. ഈ ജനുവരി 25 ആണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. പക്ഷേ ജനുവരി 25 ക്രിസ്തു ജനിച്ചെന്ന് ആർക്കും തീർത്ത് പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെയല്ല ആയിരിക്കുന്നത്. അത് പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും ജനുവരി 4-ാം തീയതി 6-ാം തീയതി വരെയൊക്കെ ആഘോഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഡിസംബർ 25 എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിലെ റോമായിൽ ആ ഒരു സൂര്യദേവൻ്റെ ഒരു ആഘോഷമായിരുന്നു. തിരുനാളായിട്ട് അവർ ആഘോഷിച്ചിരുന്നു. ഭരണകർത്താവ് പല യുദ്ധങ്ങളിലും വിജയിച്ച ആ സമയവും എല്ലാം കൂടെ അത് സൂര്യപുത്രൻ ആണ് അദ്ദേഹം അപ്പം സൂര്യദേവനാണ് എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെയൊക്കെ അടയാളം. അപ്പോൾ അങ്ങനെ അവർ ആ ദിവസങ്ങൾ സൂര്യദേവന് വേണ്ടി മാറ്റിവെച്ച് ആഘോഷിച്ചിരുന്നു. അത് അന്നത്തെ കലണ്ടർ പ്രകാരം ഈ ഡിസംബർ 25 എന്നാണ് പറയപ്പെടുന്നത്. അത് നീതി സൂര്യനായ യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആ ധർമ്മം എന്താണ്? തമസിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക. അവർക്ക് അറിവും ഊർജവും വെളിച്ചത്തിലേക്കെന്ന് പറഞ്ഞാൽ അറിവും ഊർജവും ജ്ഞാനവും ഒക്കെ പകർന്നു കൊടുക്കുക. ഇതൊക്കെയാണല്ലോ സൂര്യൻ്റെ ആ ധർമ്മം. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത സൂര്യൻ സൃഷ്ട വസ്തുവാണ്. അപ്പോൾ അത് ഇന്ന് യേശു തന്നെയാണ് മനുഷ്യനെ പാപാന്ധകാരത്തിൽ നിന്ന് അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരിക, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ അന്ധകാരം മോചിച്ച് അവനെ വെളിച്ചത്തിലേക്ക്, ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ യേശുവിനാണ് അത് സാധിച്ചത്. ആ അർത്ഥത്തിലാണ് ഡിസംബർ 25 തന്നെ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. അല്ലാതെ ക്രിസ്തു അന്ന് പിറന്നു എന്നുള്ളതനുസരിച്ച് അന്ന് തന്നെയാണ് പിറന്നതെന്നുള്ള ചരിത്ര വസ്തുതകളൊന്നുമില്ല, ചരിത്ര രേഖകളൊന്നുമില്ല. അന്ന് തന്നെയല്ല. അപ്പോൾ എന്നാണ് എന്നും ജനങ്ങൾ യേശു പിറക്കുന്നു എന്ന് ഉള്ളത് കാത്തിരുന്നത്? നമ്മളൊരു ആഗമനമാണ് ഇത്. ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ ആഗമനം, രക്ഷകൻ്റെ. യേശു എന്ന് പറഞ്ഞാൽ ലോകരക്ഷകൻ. ലോകരക്ഷകൻ എന്ന് പറഞ്ഞാൽ പാപലോകത്തിൽ നിന്നും സാത്താൻ്റെ ലോകത്തിൽ നിന്നും അവനെ മോചിപ്പിച്ച് അവനെ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പർദീസായിലേക്ക് അവർക്ക് മനുഷ്യൻ്റെ നഷ്ടമായ പർദീസായിക്ക് വീണ്ടും യോഗ്യരാക്കുക. പാപത്തിൻ്റെ അന്ധകാരമെല്ലാം അവനിൽ നീക്കിക്കളയുന്നതിന് വേണ്ടിയാണ് യേശു ജനിച്ചത്. അപ്പോൾ അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. ആ കാലത്ത് ചരിത്ര അതീത കാലം, അതാണ് സൃഷ്ടിയുടെ. ആദമിനെ ഹവ്വായിയൊക്കെ സൃഷ്ടിച്ചതും ഒക്കെ. അപ്പോൾ അതിന് ചരിത്രമില്ല. അപ്പോൾ ആ ചരിത്രാതീത കാലം മുതൽ ഉൽപ്പത്തി, ബൈബിളിൽ ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവരുടെ പാപം, സാത്താൻ്റെ പ്രേരണയിൽ അവർ സ്വാധീനത്താൽ പാപം ചെയ്തു, ദൈവകൽപ്പനകൾ ലംഘിച്ചു, സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു, അതുപോലെ ചെയ്തു. അപ്പോൾ അങ്ങനെ പാപികളായി തീർന്നവരെ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ സ്ത്രീയുടെ ഒരു സന്തതിയെ ഞാൻ അത് ഉദ്ഭവിക്കും, അവൻ ഈ സാത്താൻ്റെ സർപ്പത്തിൻ്റെ തല തകർക്കും എന്നൊക്കെ ഉള്ള ഒരു പ്രതീകമായിട്ട് കർത്താവ് അന്ന് ദൈവം അവർക്കൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. പർദീസയിൽ നിന്ന് അവരെ പുറത്താക്കി. അപ്പോൾ ഈ തിരിച്ച് പർദീസ നഷ്ടത്തെ ഓർത്ത് അവർ ദുഃഖിച്ച് കഴിഞ്ഞിരുന്ന അവർക്ക് ഒരു പ്രതീക്ഷയാണത് കൊടുത്തത്.
അതിന് എന്ന് എങ്ങനെയെന്ന് അവർക്ക് പറയണം. അവരും എല്ലാം പ്രത്യാശയോടെ കാത്തിരുന്നു. നടക്കും, ദൈവം പറഞ്ഞത് നടക്കും. തങ്ങൾക്ക് തെറ്റുപറ്റി സാത്താനെ വിശ്വസിച്ച് ചെയ്ത്. അപ്പോൾ സാത്താൻ്റെ പിടിയിലായിപ്പോയി ആ പാപം. അപ്പോൾ ഇങ്ങനെ പാപഭാരം പേറി നടക്കുന്ന ഒരു ജനതകളാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ യുഗങ്ങളായിട്ട് ക്രിസ്തു ജനിക്കുന്ന, യേശു ജനിക്കുന്ന, അപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷകനാണ്, വിമോചകനാണ്. അവൻ വഴിയാണ് മുക്തി. സകലതിലും ഭൗതികവും ആത്മീയവുമായ എല്ലാ മുക്തിയും അവനിലൂടെയാണ് സംഭവിക്കുന്നത്. ഞാനിത് വിശദമായിട്ട് പറയുന്നത് അല്ലാത്തവർക്കും കൂടി കേൾക്കുന്നതിനും അവർക്കൂടെ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇത്ര ലളിതമായിട്ട് പറയേണ്ടി വരുന്നത്. അങ്ങനെ സാത്താൻ്റെ പിടിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനാണ് യേശു എന്ന രക്ഷകൻ ഭൂജാതനായത്. ആണ് ക്രിസ്തുമസിൻ്റെ പ്രാധാന്യം. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കല്ല, വർഷത്തിലൊരിക്കലുള്ള കാര്യമല്ല. മനുഷ്യൻ്റെ ആയുസ് മുഴുവനും അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും ക്രിസ്തു മനുഷ്യനിൽ, അവൻ്റെ ആത്മാവിൽ, അവൻ്റെ ഹൃദയത്തിൽ ജനിക്കണം. അല്ലാതെ ഈ 25-ാം തീയതി ഒരു ദിവസത്തേക്കല്ല, എന്ന് ജനിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യം. പക്ഷേ നമ്മളിന്ന് അങ്ങനെയല്ല. പലപ്പോഴും നമ്മൾ ആഘോഷങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അത് മറ്റ് പെരുന്നാളുകൾ, ക്രിസ്തുമസിന് മാത്രമല്ല, മറ്റ് പെരുന്നാളുകൾക്കും എല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ഈസ്റ്റർ വരുന്നു, അല്ലെങ്കിൽ മറ്റ് പെരുന്നാളുകൾ, തിരുനാളുകളൊക്കെ വരുന്നു, ആഘോഷങ്ങളൊക്കെ വരുന്നു സഭയിൽ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ആ വർണ്ണപ്പകിട്ടും വർണ്ണശബളിമയും നമ്മുടെ ജഡികമായ മനസ്സിൻ്റെ സന്തോഷവും സംതൃപ്തിയും ഉന്മേഷമൊക്കെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതാണ് നമ്മൾ നോക്കുന്നത്. ക്രിസ്തുമസ് അതിനുള്ളതല്ല. പാപാന്ധകാരത്തിൽ നിന്നും ജ്ഞാനമില്ല, അറിവിൻ്റെ അന്ധകാരത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുകയാണ് രക്ഷകൻ്റെ ഉദ്ദേശം, രക്ഷകൻ്റെ വരവിൽ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ക്രിസ്തുമസ് ഒരു ദിവസത്തേക്കുള്ളതല്ല, അവൻ്റെ ആയുസ് മുഴുവനും ദിവസവും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ യേശു ജനിക്കണം. ആ ഒരു വഴിയിലേക്ക് നമ്മൾ വന്നെത്തണം. അപ്പോൾ അന്നത്തെ ആളുകൾ, ഞാൻ പറഞ്ഞു, ആദം മുതൽ ഇങ്ങോട്ട് ക്രിസ്തു ജനിക്കുന്ന ആ കാലഘട്ടം വരെയും, ആ കാലത്തും ആ വർഷത്തിലും ആ ദിവസം വരെയും എല്ലാവരും കാത്തിരിക്കുകയാണ് യേശുവിനെ. അതിനുശേഷവും അവർ കാത്തിരിപ്പുണ്ടായിരുന്നു. കാരണം യേശുവാണ് ക്രിസ്തു എന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവർ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അത് മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. ആരുടെ ജ്ഞാനികൾ വന്ന് സന്ദർശിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു രക്ഷകൻ രാജാവാണ്. അപ്പോൾ രാജകൊട്ടാരത്തിലാണ് ജനിക്കേണ്ടുന്നത്. രക്ഷകൻ ജനിക്കേണ്ടതാണ്. രക്ഷകൻ എന്ന് പറയുന്നത് ചക്രവർത്തിയാണ്, അല്ലെങ്കിൽ രാജാവാണ്. യുദ്ധങ്ങളൊക്കെ ജയിച്ച് അവരെ മറ്റുള്ളവരിൽ നിന്നുള്ള അടിമത്തമില്ലാതാക്കി സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ കൊണ്ടുവരുന്ന, അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ചക്രവർത്തിയാണ്, അല്ലെങ്കിൽ രാജാവാണ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള രാജാവ് ജനിക്കുമ്പോൾ ഈ ജ്ഞാനികൾ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്നത്, അപ്പോൾ ഇന്ത്യയിൽ നിന്ന്, ഭാരതത്തിൽ നിന്നാണ് ഒരാളെന്നും പറയുന്നു. അപ്പം ഇവിടെ ജ്ഞാനികൾ രാജാക്കന്മാരായിരുന്നു കിഴക്കൻ പ്രദേശങ്ങളിൽ. അപ്പോൾ അവർ ആ അറിവ് കിട്ടി, ആ നക്ഷത്രം കിഴക്ക് ഉദിച്ച് അതിൻ്റെ അറിവ് കിട്ടി അവർ ആ രക്ഷകനെ തേടി വന്നത് ഇവിടെ കൊട്ടാരത്തിലാണ്. അവിടെ ഹെറോദേസ് ഭരിക്കുമ്പോൾ ഈ ഹെറോദേസിനൊന്നും അതൊന്നും മനസ്സിലായില്ല. കാരണം ഹെറോദേസ് അന്വേഷിച്ചു. എന്നിട്ട് എന്താ കാരണം, താനിരിക്കുമ്പോൾ മറ്റൊരു രാജാവ് ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് അവർക്ക് സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഹെറോദിയ ആയിട്ടുള്ള കുറേ സിൽബന്തികൾ, അങ്ങനെയൊക്കെ ആളുകൾ അന്നത്തെ, ഞാൻ മുൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അന്നത്തെ ആ കാലഘട്ടത്തെ പറ്റി. 10,000-ഓളം പേര്, ചെറിയ ജനങ്ങൾ, ഹെറോദിയർ എന്നുള്ള രീതിയിൽ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇതൊരു അരോചകമായിരുന്നു.
ഇനി ഫരിസേയർ അങ്ങനെയൊക്കെയുള്ള പ്രധാന യഹൂദ വംശത്തിലെ പ്രധാനപ്പെട്ട ജനതകൾ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും മതപരമായിട്ടുമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന മതാചാര്യന്മാരും എല്ലാവരും തന്നെ യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം അവർ നോക്കിയപ്പോൾ കൊട്ടാരത്തിലല്ല ജനിച്ചിരിക്കുന്നത്, കൊട്ടാരത്തിൽ അങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തങ്ങളാണ് ഉന്നത ശ്രേണിയിലുള്ള ഒരു സമൂഹത്തിൻ്റെ മതത്തിൻ്റെ, അങ്ങനെ ഞങ്ങളറിയണം, ഞങ്ങളറിയാതിരുന്നാൽ എങ്ങനെയാണ്? അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഞങ്ങളല്ലേ മതത്തിൻ്റെ ആളുകൾ. അതുകൊണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നു, ഈ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ആദം മുതൽ ഇങ്ങോട്ട് ക്രിസ്തു ജനിക്കുന്നിടം വരെയുമുള്ള പ്രവാചകന്മാരെല്ലാവരും തന്നെ ഈ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പ്രഘോഷിച്ചിട്ടുണ്ട്. കാരണം ദൈവം അവർക്ക് അത് ആ നിഗൂഢാവസ്ഥ അനാവരണം ചെയ്തു കൊടുത്തിരുന്നു. അവരെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു, അതെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇവർക്കെല്ലാം, ഞാൻ പറഞ്ഞതുപോലുള്ള ആളുകൾക്കെല്ലാം അത് നിഗൂഢമായി പോയിരുന്നു. കാരണം ദൈവം അവരുടെ ഹൃദയം നിഗൂഢമായി അത് അങ്ങനെ അന്ധകാരത്തിലാക്കേണ്ടി വന്നു. കാരണം ദൈവം അല്ല ചെയ്യുന്നത്, സാത്താനാണ്, പിശാചാണ് ചെയ്യുന്നത്. ദൈവം അതിനെ അനുവദിച്ചു. കാരണം അവരങ്ങനെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നറിയാം. പക്ഷേ അങ്ങനെ ആറ്റുനോറ്റിരുന്ന് സ്വീകരിച്ചവരുണ്ട്, വലിയ പണ്ഡിതർ, ആത്മീയ നേതാക്കന്മാർ. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 25 മുതൽ 40 വരെയുള്ളത് ശിമയോനും ഹന്നായും ദേവാലയത്തിൽ വെച്ച് യേശുവിനെ സ്വീകരിക്കുന്നു. അവരൊക്കെ നോക്കിയിരുന്നതാണ്, ഇനി തങ്ങൾക്ക് മരിക്കാമല്ലോ, ഞങ്ങളെ കണ്ടല്ലോ എന്നുള്ളത്. പിന്നെ പക്ഷേ യേശുവിനെ അപ്പോഴും സ്വീകരിച്ച സാധുക്കളുണ്ട്, സമൂഹത്തിൽ അഗണ്യരായിരുന്ന, ഗണ്യരല്ല അഗണ്യരായിരുന്നത് അവർ നിഷേധിച്ചുകൊണ്ടിരുന്ന നാട്ടിടയന്മാർ, അങ്ങനെയൊക്കെയുള്ള ജോലികളിലൊക്കെ ഉള്ളവർ, സാധുക്കൾ. ലൂക്കായുടെ സുവിശേഷം തന്നെ 22-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലൊക്കെ കാണുന്നു. അപ്പോൾ അവരൊക്കെ സ്വീകരിച്ചു, യേശുവിനെ വന്ന് കണ്ടു, വന്ദിച്ചു, ആരാധിച്ചു. അപ്പോൾ ഇങ്ങനെ സഹസ്രാബ്ദങ്ങളിലൊക്കെ ദൈവജനം പ്രത്യാശയോടെ കാത്തിരുന്ന ആ ഓർമ്മ അനുഭവങ്ങൾ, അത് നമുക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ്, സഭാവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്രിസ്തുമസിനോടനുബന്ധിച്ച് കത്തോലിക്ക സഭയിൽ ഒരു നോയമ്പുണ്ട്. കത്തോലിക്ക സഭയിലല്ല, അപ്പസ്തോലിക സഭകളിലെല്ലാം ഉണ്ട്. സഭകളിൽ അപ്പസ്തോലിക സഭയാണെങ്കിൽ അവർക്ക് ഉണ്ട്, ആണെങ്കിൽ അല്ലാത്തവർ അങ്ങനെയുള്ളതല്ല. അപ്പോഴങ്ങനെ അപ്പസ്തോലിക സഭകളിലെല്ലാം ഈ നോയമ്പ് ആചരിക്കുന്നുണ്ട്. 25 നോയമ്പ്, 25 ദിവസം. അത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെ. അപ്പോൾ ആ സഹസ്രാബ്ദങ്ങൾ വരെ, അപ്പോൾ ഇത്രയും മുൻപ്, യുഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കണക്കാക്കാൻ പറ്റുന്നതിനുമൊക്കെ മുൻപ് തന്നെ ആദമുണ്ടായ കാലം, ആദവുമായും അന്ന് മുതൽ ആ ക്രിസ്തു ജനിക്കുന്ന ആ സമയം വരെയും അവരെല്ലാം ഇങ്ങനെ നോക്കി തോന്നുന്നു, ഇപ്പോഴേ രക്ഷകൻ വരും, എന്ന് വരും, എന്ന് വരും എന്നറിഞ്ഞുകൂടാ. പക്ഷേ പ്രവാചകന്മാർ പറഞ്ഞിരുന്നു, അവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പോഴിങ്ങനെ ആറ്റുനോറ്റ് ഇരുന്ന ആ ഒരു വേദനയുണ്ട് അവർക്ക്, ഇത്രയും വർഷങ്ങൾ, യുഗങ്ങൾ. ആ ആത്മീയ വേദന, എന്നാണ് ഞങ്ങൾക്ക് രക്ഷ, എന്നാണ് ഞങ്ങൾക്ക് ദൈവത്തോടുകൂടി പർദീസയിലാകാൻ കഴിയുന്നത്, ആ പർദീസ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് എന്നാണ്, ദൈവത്തോടു കൂടി ആയിരിക്കാൻ എന്ന് അവർ ഇങ്ങനെ വ്യസനിച്ച് ദുഃഖിച്ച് കഴിഞ്ഞിരുന്ന ആ ഒരനുഭവം സഭാവിശ്വാസികൾക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് സഭ 25 നോമ്പ് ആചരിക്കുക. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ 25 നോയമ്പ് വെറുതെ ഇങ്ങനെ 25 ദിവസം നോയമ്പ് നോക്കിയിട്ട് ആഹാരം ചിലതെല്ലാം വർജിച്ച് ഉപവസിച്ച് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് അവസാനം നല്ലപോലെ ഒരു വെട്ടിവിഴുങ്ങൽ നടത്താമെന്നുള്ളതല്ല 25 തീയതി മുതൽ അങ്ങോട്ട് എന്നുള്ളതല്ല. അതല്ല നോയമ്പ്. അപ്പോൾ ആ അനുഭവം, ആ പ്രത്യാശയോടെ ആ ജനങ്ങൾ അതുവരെ സഹസ്രാബ്ദങ്ങളായിട്ട്, യുഗങ്ങളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് കാത്തിരുന്ന അവരുടെ ആ വേദന, മനസ്സിൻ്റെ വേദന, ആ പ്രത്യാശ, ഇത് നമ്മൾക്കുണ്ടാകണം. ഇന്ന് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ നോയമ്പ് നോക്കുന്നവരും ഈ ക്രിസ്തുമസ് ആഘോഷിക്കുന്നവരല്ല ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് തലത്തിൽ ജീവിതാവസ്ഥയിലുള്ളവരിലായാലും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യും, പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ്, അപ്പോൾ ആ അനുഭവം ഉണ്ടാകാനാണ് 25 ദിവസത്തെ നോയമ്പ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെല്ലാവരും മറന്നു പോകുന്നു.
പക്ഷേ നമ്മൾ അതുകൊണ്ടൊരു ആത്മശോധന ചെയ്യണം, നമ്മൾക്ക് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം. എന്നാൽ പിന്നെ അത് നോക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ആ നോയമ്പ് നിന്നും ഞങ്ങൾ നോയമ്പ് നോക്കുന്നു, ഉപവസിക്കുന്നു, 25 ദിവസത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപവസിക്കുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ, പാപമാണ്. മനുഷ്യരെ മറ്റുള്ളവരെ വഞ്ചിക്കുന്നു, ദൈവത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു, അതൊക്കെ മഹാപാപമാണ്. അപ്പോൾ ഈ അനുഭവ തീവ്രത നമ്മൾക്ക് ഉണ്ടാകേണ്ടുന്നതാണ്. അത് എന്തുകൊണ്ട് നമുക്കുണ്ടാകുന്നില്ല എന്ന് നമ്മളതൊന്ന് നിരീക്ഷിച്ച് ആത്മശോധന ചെയ്താൽ, കാരണം അതിൽ നമ്മുടെ ആ മനസ്സിലും അവിടെ ഏദൻ തോട്ടത്തിൽ വെച്ച് ആ സാത്താൻ അവരെ ആദത്തെ ഹവ്വയൊക്കെ പാവാവസ്ഥയിലാക്കിയില്ലേ, ദൈവകൽപ്പനകളെ ലംഘിപ്പിച്ചില്ലേ, അതുപോലുള്ള അവസ്ഥ നമ്മളിൽ നടത്തുന്നു. ഇവിടെയും സാത്താനുണ്ട്. ക്രിസ്തുമസിൽ ആഘോഷങ്ങളിൽ മറ്റ് പെരുന്നാളുകളൊക്കെ അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ക്രിസ്തുമസ് എന്നും ഉണ്ടാകേണ്ടതാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞത്. സാത്താൻ ഇവിടെ പ്രവേശിച്ചിട്ടുണ്ട്. സാത്താൻ അത് ഇഷ്ടമല്ല. അവൻ്റെ ആധിപത്യത്തിൽ അവൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കാൻ എതിരെ നിൽക്കുന്നതാണ് യേശു ക്രിസ്തു. അപ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനമാണ് യേശു വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ എതിർക്കേണ്ടുന്നതും നശിപ്പിക്കേണ്ടുന്നതും തോൽപ്പിക്കേണ്ടതും അവൻ്റെ ആവശ്യമാണ്. അതിന് നമ്മളെ എടുത്തിരിക്കുകയാണ് ഇന്ന് കത്തോലിക്കരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ. നമ്മൾ എന്താണ് അത് ഏത് അർത്ഥത്തിലാണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലായോ? കാരണം ഈ അനുഭവ തീവ്രത നമുക്കുണ്ടാകുന്നില്ല. ഈ ഇത്രയും യുഗങ്ങളായിട്ട് അവർ സഹസ്രാബ്ദങ്ങളായിട്ട് കാത്തിരുന്ന് പ്രത്യാശയോടെ ആ വേദനയോടെ കാത്തിരുന്ന അനുഭവം നമുക്കുണ്ടാകുന്നില്ല. ഇന്നുവരെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതുണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? സാത്താൻ നമ്മളിൽ നിന്നും അത് നിഗൂഢമാക്കി വെച്ചിരിക്കുകയാണ്. കാരണം അന്ന് യേശു ജനിച്ചപ്പോൾ ഉന്നത ശ്രേണിയിലുള്ള മത ആചാര്യന്മാർക്കും മറ്റുള്ള പ്രമാണിമാർക്കും അവർക്കും എല്ലാം തങ്ങൾ വിശുദ്ധരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടന്ന ഫരിസേയ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒക്കെ അത് നിഗൂഢമാക്കി വെച്ചിരുന്ന സാത്താനാണ്. അത് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത്. എന്തുകൊണ്ട് പാവങ്ങൾക്ക് മനസ്സിലായി? ആ ദൈവം അവരെ കൂടുതൽ സ്നേഹിച്ചു, അവർക്കത് മനസ്സിലായി, അവരതങ്ങ് വിശ്വസിച്ചു. ഇത് മറ്റേ മുൻവിധിയോടുകൂടിയിരുന്നു. കൊട്ടാരത്തിലാണ് ജനിക്കേണ്ടുന്നത്, അത്യാഡംബരപൂർവ്വമാണ്, അത് ഞങ്ങളാണ് അറിയേണ്ടുന്നത് ആദ്യം, മറ്റുള്ളവരല്ല. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഏതാണ്ട് വേലകളാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഈ ക്രിസ്തുമസിൻ്റെ എന്തുവാ? ദൈവം എങ്ങനെയാണ് യേശു ജനിച്ചത്? ഒന്നുമില്ലാത്ത കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. കാരണം പിറക്കാൻ സ്ഥലമില്ല, സത്രത്തിൽ ഇടം ലഭിച്ചില്ല. കാരണം സത്രമൊക്കെ നിറഞ്ഞിരുന്നു. അല്ല, കാശില്ലാഞ്ഞിട്ടല്ല. ചിലർ എങ്ങനെ കൊഴിപ്പിക്കാൻ വേണ്ടി ധ്യാനഗുരുക്കളോ വൈദികരോ മറ്റുള്ള പലരും പ്രസംഗികരോ ഒക്കെ പറയും അവർക്ക് എന്തുകൊണ്ട് സത്രത്തിൽ ഇടം ലഭിച്ചില്ല, പണമില്ലായിരുന്നു, ദാരിദ്ര്യം. അതല്ല, ഈ യൗസേപ്പ് പിതാവും മറിയവും പോയിരുന്ന യൗസേപ്പ് പിതാവും മറിയത്തെ അവിടെ സെൻസസിന് കൊണ്ടുപോയത്, തൻ്റെ നഗരത്തിൽ പിതൃനഗരത്തിൽ കൊണ്ടുപോയത് എല്ലാ സന്നാഹങ്ങളോടും. കാരണം അവർക്ക് പണമൊക്കെ ആവശ്യം കരുതിയിരുന്ന് ഇങ്ങനെയൊക്കെ വേണ്ടി വരുമെന്നറിയാം. അതുകൊണ്ടല്ലേ പിള്ളക്കച്ചകളെല്ലാം കൊണ്ടുപോയി അവിടെ വഴിയിൽ നിന്ന് അങ്ങോട്ട് പാതിരാത്രിക്ക് എവിടുന്നോ വാങ്ങിച്ചോ അല്ലാണ്ട് കൊടുത്തോ? ഒന്നുമല്ല, ഇതെല്ലാം കരുതി കൊണ്ടുപോയി ഇതൊക്കെ നടക്കണമെന്ന്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് അത്യാവശ്യത്തിന് അവർ ബുദ്ധിമുട്ടിയൊക്കെ പണവും സ്വരൂപിച്ചു അതെല്ലാം യൗസേപ്പ് പിതാവ് കൊണ്ടുപോയിരുന്നു. പക്ഷേ സത്രത്തിൽ ഇടമില്ലായിരുന്നു. അതാണ് വാസ്തവം. അതിന് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ മനുഷ്യ മനസ്സുകളെ ഇളക്കാനും സങ്കടപ്പെടുത്താനും കുറച്ച് ഭക്തി ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് പണമില്ലായിരുന്നു, ദാരിദ്ര്യമായിരുന്നു പറയരുത്. അതൊക്കെ അവരുടെ എന്തുവാ പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ക്രിസ്തു ജനിച്ചത്. അവിടെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് അവിടെ കൊണ്ട് കരുതിയിരുന്ന തുണികൾ കൊണ്ട് സത്രത്തിൽ വരുന്ന അവരുടെ വാഹനം എന്തുവാണ്? കഴുത, ഓട്ടവും അല്ലെങ്കിൽ കുതിര, ഇതൊക്കെയാണ്. അപ്പോൾ അതുകൾക്കൊക്കെ ഉള്ള തീറ്റി ഇട്ടിരുന്ന സ്ഥലമാണ് പുൽത്തൊട്ടി എന്ന് പറയുന്നത്. ആ തീറ്റി അവിടെ അവർക്ക് സത്രത്തിൽ ഇടം ലഭിക്കാത്തതുകൊണ്ട് അവിടെ കഴിഞ്ഞിരുന്നു അവിടെ. അപ്പോൾ അതിലാണ് ആ പുൽത്തൊട്ടിയിൽ ആ തീറ്റി ഇട്ടിരുന്ന ആ പുൽത്തൊട്ടിയിൽ തീറ്റികളൊക്കെ സൂക്ഷിച്ചിട്ട് പുൽത്തൊട്ടിയിൽ ആ തുണികളിലൊക്കെ പൊതിഞ്ഞ് അവിടെ കിടത്തി. അവിടെ നിന്ന് പിന്നെ ഈ ആട്ടിടയർക്കുമൊക്കെ ഈ ദർശനം ഉണ്ടായപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ശരീരിയും ആ വാക്കുകൾ അവർക്കുള്ള അറിയിപ്പും എല്ലാം കിട്ടിയപ്പോൾ അവരവിടെ വന്ന് ആട്ടിടയ അവരുടെ കൂടെ ആടുകയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എല്ലാവരും വന്ന് ആഘോഷിച്ചു അതിന് ചെയ്യുന്നു. അപ്പോൾ ഇനി ഈ ആഘോഷം ക്രിസ്തുമസ് ആഘോഷം ആരാണ് ആദ്യം നടത്തിയത്? അസീസ്, ഇറ്റലിയിൽ അസീസി എന്ന് പറയുന്ന മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിൻ്റെ ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെ എനിക്കറിയാം, അവിടെയൊക്കെ ഞാൻ സന്ദർശിക്കാൻ കണ്ടതാണ്. അപ്പോൾ ആ പട്ടണത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്ന് സഭയിൽ വിളിക്കപ്പെടുന്ന
വിശുദ്ധ ഫ്രാൻസിസാണ് ആദ്യമായിട്ട് ക്രിസ്തുമസ് ആഘോഷമുണ്ടാക്കിയത്. ആദ്യം നടത്തിയത് ക്രിസ്തുമസ് പുൽക്കൂടുണ്ടാക്കുക, ആ മലഞ്ചെരുവിൽ കിട്ടുന്ന പുല്ലുകളും കമ്പുകളും ഒക്കെ വെച്ച് പുൽക്കൂടുണ്ടാക്കി ആ ക്രിസ്തുമസ് ട്രീ ഉണ്ടാക്കി, കരോള് പിന്നീട് അതൊക്കെ അങ്ങനെയൊക്കെ നടന്നു. ഇതെല്ലാം ഉണ്ടാക്കിയത് വിശുദ്ധ ഫ്രാൻസിസാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, നമ്മൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്ന് പറയും. അപ്പം നമ്മൾ അന്ന് പക്ഷേ ഫ്രാൻസിസ് ഇത് ചെയ്തത് എങ്ങനെയാണ്? വിശുദ്ധ ഫ്രാൻസിസ് ആത്മീയമായ തീവ്രതയിലാണ് ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സ്വന്തമായിട്ട് യേശുവിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി, യോസേപ്പിൻ്റെയും മാതാവിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെയൊക്കെ വെച്ചു ക്രിസ്മസ് പുൽക്കൂടുണ്ടാക്കി. പക്ഷേ ഫ്രാൻസിസ് ഇത് എടുത്തപ്പോൾ ഈ താനുണ്ടാക്കിയ ഇത് ഈ എല്ലാവരെയും കാണിക്കാനായിട്ട് പുൽക്കൂട്ടിൽ കൊണ്ടുവച്ച് എല്ലാവരെയും കാണിക്കാനായിട്ട് അവർക്ക് ചുംബിക്കാനൊക്കെ കൊടുത്തപ്പോൾ യേശു കയ്യും കാലും ഇട്ട് ആ രൂപം ഉണ്ണി കയ്യും കാലുമൊക്കെ അനക്കി അവരെ ചിരിക്കുകയൊക്കെ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെന്ന് പറഞ്ഞാൽ അതിനൊന്നും ചരിത്ര രേഖകളൊന്നുമില്ല. അപ്പോൾ കാരണം എന്താ, അത് പറയുന്നതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ആത്മീയ തീവ്രത ക്രിസ്തു ജനിക്കുന്നതിന്, യേശു ജനിക്കുന്നതിൻ്റെ അത് നമുക്ക് അനുഭവിക്കണമെന്നുള്ള ആ തീവ്രത കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തീവ്രത ഉണ്ടോ? നമുക്കുണ്ടായിട്ടുണ്ട് ക്രിസ്തു ജനിക്കുന്നതിൻ്റെ, ക്രിസ്തു ജനനത്തിൻ്റെ. അപ്പോൾ ക്രിസ്തു ജനനത്തിൻ്റെ ആ ആത്മീയ തീവ്രത ഉണ്ടെങ്കിൽ നമ്മുടെ രൂപവും ഭാവവും നമ്മുടെ പെരുമാറ്റ രീതികളും എല്ലാം മാറും. ഒരു പുതിയ രീതിയാവും, ക്രിസ്തുവിൻ്റെ ആ രീതിയാവും. നമ്മൾ ഇല്ലായ്മ അനുഭവിക്കും, ക്രിസ്തുവിൻ്റെ കൂട്ട്, യേശുവിൻ്റെ കൂട്ട്. ഇല്ലാത്തവരെ നമ്മൾ ചേർത്ത് പിടിക്കും. കർത്താവ് അവിടെ ഇല്ലാത്തവരെയാണ് ചേർത്ത് പിടിച്ച ദൈവം അവരെ ഈ സദ്വാർത്ത അറിയിച്ചത്, അവരവിടെ വന്ന് ആരാധിച്ചത്. പിന്നെ വിജ്ഞാന തൃഷ്ണ കൊണ്ട്, ദാഹം കൊണ്ട് ഈ കാര്യത്തെപ്പറ്റി അന്വേഷിച്ചറിയണമെന്ന് ഉള്ളവരെയാണ് ദൈവം അവിടെ ക്ഷണിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ ബൈബിൾ ഭാഗങ്ങളൊക്കെ. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് യഥാർത്ഥമായിട്ട് ഈ സങ്കടം കൊണ്ട് പറയാൻ, ഞാനും നമ്മളൊക്കെ അങ്ങനെയാണ്, നമ്മളെ എല്ലാവരും അങ്ങനെയാണ്. അപ്പം ഈ ആത്മീയ തീവ്രത നഷ്ടപ്പെടുത്തി, സാത്താന് വശംവദരായി നമ്മൾ നഷ്ടപ്പെടുത്തി, നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആഘോഷത്തിൻ്റെ തിമിർപ്പ്, ആഘോഷത്തിൻ്റെ കൊഴുപ്പ്, അതിൻ്റെ വർണ്ണശബളിമ, അത് എങ്ങനെ എത്രത്തോളം വലുതാക്കാമോ, എത്രത്തോളം മുഴുമിപ്പിക്കാമോ എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് അതിനുവേണ്ടി വ്യഗ്രത പൂണ്ട് നടക്കുകയാണ്. അല്ലെങ്കിൽ ഇതിനുവേണ്ടി നടക്കുന്നവർ ആ ദൈവാലയത്തിൽ വന്ന് നല്ലപോലെ ഒരു ആരാധന നടത്തിയിട്ടുണ്ടോ? നടത്തുന്നില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആത്മീയ ആചാര്യന്മാരും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് നിർത്തിയാൽ പിന്നെ അവരെ ചെറുപ്പക്കാരെ കിട്ടത്തില്ല, യുവാക്കളെ ഇതിനൊന്നും. അതുകൊണ്ട് പറയാൻ എല്ലാവർക്കും ഒരു വിമുഖതയായിരിക്കും, എന്തിനാണ് നമ്മൾ അവരെ വെറുപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഈ ജനതകൾ ഇത്രയും സഹസ്രാബ്ദങ്ങളായിട്ട് കാത്തിരുന്ന അവരുടെ ആ ദുഃഖം, അനുഭവ തീവ്രത, ക്രിസ്തു ജനിച്ചപ്പോഴുണ്ടായ യേശുവിനെ കണ്ടപ്പോഴുള്ള, ഉണ്ണിയെ കണ്ടപ്പോഴുള്ള ആത്മീയ അനുഭവ തീവ്രത നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മൾ തന്നെ എല്ലാം മാറിപ്പോവും. നമ്മുടെ ജീവിതം ഇല്ലാത്തവരെ ചേർത്ത് പിടിക്കും. ക്രിസ്തുമസിനല്ലാതെ നമ്മളെപ്പോലുള്ളവരെ തന്നെ, എല്ലാം തികഞ്ഞവരെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും എല്ലാം തികഞ്ഞവരുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ മാത്രം സ്നേഹിക്കാനല്ല, നമ്മുടെ ചുറ്റുപാട് ഇല്ലാത്തവരുണ്ടെങ്കിൽ, ഇല്ലായ്മ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഇല്ലായ്മ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് സാമ്പത്തിക ഇല്ലായ്മ അനുഭവിക്കുന്ന അവരെയൊക്കെ ചേർത്ത് പിടിക്കണം. അവർക്ക് അവരുടെ ഇല്ലായ്മ മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്ത് ചെയ്തു എന്നും. വിധവകൾ, ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ മുഖ്യ നിർദ്ദേശങ്ങളാണ് വിശുദ്ധ യാക്കോബും പത്രോസും യോഹന്നാനും ഒക്കെ ചേർന്ന്. അപ്പോൾ അവരിങ്ങനെ അതിന് എന്താണ് മറ്റ് ക്രിസ്തീയ സഭയിൽ ചേരുന്നവരോട് പറയുന്നത്? അവർ പറയുന്നത്, നിങ്ങളുടെ സമൂഹത്തിൽ ഇല്ലായ്മക്കാരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. അവരുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളായിട്ട് കണ്ട് ചെയ്തു കൊടുക്കണം. വിധവകളും എളിയവരും സമൂഹം തള്ളിക്കളഞ്ഞ പാവപ്പെട്ടവരെ അതൊക്കെ ക്രിസ്തുവിൻ്റെ ദർശനമാണ്, ഈ ക്രിസ്തുമസിൻ്റെ ദർശനമാണ്. ചെയ്യാറുണ്ടോ? ചെയ്യത്തില്ല. തങ്ങളെപ്പോലുള്ളവരെ എല്ലാം ഉള്ളവരെ കണ്ട് ചിരിക്കുക, സന്തോഷിക്കുക, അവർക്ക് വേണ്ടിയുള്ള ബന്ധങ്ങൾ, ആ സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെക്കുക. പ്രിയപ്പെട്ടവരെ, സാത്താൻ അവിടെ നമ്മളെ
തടഞ്ഞിരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം. അപ്പോൾ നമ്മുടെ ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ തന്നെ സാത്താനുണ്ട് നമ്മളെ സ്വീകരിക്കാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുകൊണ്ടൊന്നുമല്ല, ഇതൊന്നും അതിനൊന്നുമല്ല ഈ ക്രിസ്മസ് ഇങ്ങനെയുള്ള ബാഹ്യമായ ആഘോഷ ഒരുക്കങ്ങൾ. അതാരും ആവശ്യപ്പെട്ടിട്ടില്ല, ദൈവമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നല്ലത് തന്നെയാണെല്ലാം, അത് വേണമുള്ളത് നല്ലതാണ്. പക്ഷേ ഈ ആത്മീയത കളഞ്ഞും കൊണ്ടുള്ള അത് ഏറ്റവും ദ്രോഹമാണ്. സാത്താൻ്റെ അനുകൂലികളായിട്ട് മാറുകയാണ്, സാത്താൻ്റെ സാമ്രാജ്യത്തിന് അനുകൂലികളായിട്ട് മാറുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ പഴിക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ ഈ ആഘോഷം കണ്ടിട്ട് അവരാരും ഇങ്ങനെ നടക്കുന്നില്ല. അത്രയെങ്കിലും പാപത്തിൽ നിന്ന് അവരൊഴിഞ്ഞു, നമ്മൾ അത്രയും പാപത്തിൽ ആവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞത് ആഘോഷ കൊഴുപ്പല്ല. അത് എവിടെയാണ് നമ്മൾ കണ്ടു? സീനായി മലയുടെ അടിവാരത്തിൽ, സീനായി മലയിൽ അവിടെ മോശയൊക്കെ 40 ദിവസം ദൈവത്തോടു കൂടിയായിരുന്ന് അവർ ആത്മീയ തീവ്രതയിലായി പ്രകാശിക്കും, സൂര്യനെ പോലെ മോശയും പ്രകാശിക്കുമ്പോൾ ഇവിടെ എന്താണ് ചെയ്ത് സാത്താൻ പറയുമ്പോൾ, നിങ്ങൾ ഈജിപ്തിൽ നിങ്ങൾ കണ്ട ദൈവങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ദേവന്മാരൊക്കെ ഇല്ലേ, അവർ അനുഭവം നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചുമ്മാതെ കാത്തിരിക്കേണ്ട, മോശയെ കാത്ത് ഇത്രയും ദിവസമായില്ലേ, നിങ്ങൾ അങ്ങ് ആഘോഷിക്കുക. അവിടെ കണ്ട ഉത്സവ ആഘോഷങ്ങൾ തിമിർപ്പുകളെല്ലാം നിങ്ങളങ്ങ് ആഘോഷിച്ച് തുള്ളിച്ചാടി കുടിച്ച് തിന്ന് മതിച്ച് രസിക്കുക എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർ അടിവാരത്തിൽ അത്രയും അവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവരെ കൊണ്ട് ഉണ്ടാക്കിച്ച് അതെല്ലാം ചെയ്ത് അവിടെ ഭയങ്കര ബഹളമൊക്കെ ആയത്, അവിടെ ആഘോഷമായത്. അത് തന്നെയല്ലേ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്? പ്രിയപ്പെട്ട ക്രിസ്ത്യാനികൾ, കത്തോലിക്കരെ, അപ്പസ്തോല സഭ ഇത് നമ്മൾ അറിയപ്പെടുന്ന വിഭാഗങ്ങളായ നമ്മളെല്ലാം ചെയ്യുന്നത് അത് തന്നെയാണ്. അതിൽ ഒരു മാറ്റമില്ല. അതും ഇതുമെല്ലാം ഒന്ന് തന്നെയാണ്. അവർ സീനായി മലയുടെ അടിവാരത്തിൽ ചെയ്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത്. സങ്കടത്തോടു കൂടി പറയാൻ കഴിയും. അപ്പോൾ ഞാൻ പറയുന്നു, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഞാനാരാ? അപ്പോൾ ഈ ഉന്നത ശ്രേണിയിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇതൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നടത്തുന്നവരാണ് ഇതൊക്കെ പറയുന്നത്. അവർ പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ എന്നെപ്പോലുള്ളവർ പറഞ്ഞാൽ കാര്യമാക്കത്തില്ല. ഇതൊക്കെ എന്തിനാണ് നമ്മൾ കേൾക്കേണ്ടതെന്ന് വിചാരിക്കും. നമുക്ക് നമ്മുടെ കാര്യം അത് സാത്താൻ പറഞ്ഞു തരുന്നതാണ്, ദൈവം പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ദൈവത്തിനും കൂടി ഇച്ചിരി നമ്മൾ ചെവി കൊടുക്കണം, നമ്മുടെ മനസ്സ് കൊടുക്കണം. നമ്മുടെ മനസ്സിൽ ദിവസവും ക്രിസ്തു ജനിക്കണം, യേശു ജനിക്കണം. അങ്ങനെ അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനി അല്ലെന്ന് വിശുദ്ധ യോഹന്നാൻ പറയുന്നു, വിശുദ്ധ പൗലോസ് പറയുന്നു. എല്ലാവരും തന്നെ അത് പറയുന്ന നമ്മൾ ബൈബിളിൽ പലയിടത്തും പറയുന്നുള്ളൂ. അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനി അല്ല അവൻ, എല്ലാ ദിവസവും യേശു ജനിച്ചില്ലെങ്കിൽ. ഈ തരണത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഗാന്ധിജി ഒരിക്കലൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാരെയൊക്കെ വിളിച്ച് അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നു, എനിക്ക് ക്രിസ്ത്യാനികളെ, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, ഞാൻ ആരാധിക്കുകയാണ് ചെയ്യുന്നത്, യേശുവിനെ ഞാൻ ആരാധിക്കും, ആദരിക്കുന്നത് എന്ന് മാത്രമല്ല, പക്ഷേ ക്രിസ്ത്യാനികളെ എനിക്ക് വെറുപ്പാണ്, നിങ്ങളെപ്പോലുള്ള ക്രിസ്ത്യാനികളെ. കാരണം മിഷണറിമാരെ അല്ല, നമ്മളിവിടെ ഭരിക്കാൻ വന്ന് ഈ ക്രൂരതയെ കാണിക്കുന്ന അവർ ക്രിസ്ത്യാനികൾ, അവർക്ക് മതം വേറെ, രാഷ്ട്രീയം വേറെ, അതുകൊണ്ട് മതവുമായിട്ടൊന്നും അവർക്ക് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്തവരായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ ഈ മിഷണറിമാരോട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ആയതുകൊണ്ട് യേശുവിനെ നിങ്ങൾ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കണം. കാരണം റോസാപുഷ്പം എങ്ങനെയാണോ അതുപോലെ ആ മുള്ളുകളുടെ ഇടയിലും ഇതിൻ്റെ ഇടയിലും എല്ലാം അത്രയും പ്രയാസമുള്ള ആ സ്ഥലത്ത് മുള്ളുകളുടെ ഇടയിലൊക്കെ എല്ലാം സഹിച്ചുകൊണ്ട് ഈ റോസാപുഷ്പം വിരിയുന്ന എന്തിനാ? അതിൻ്റെ ആ പരിമളവും ആ ആകർഷണീയമായ ആ നിറവും എല്ലാം എല്ലാവർക്കും പ്രദാനം ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ലേ? അപ്പോൾ ഈ വിഷമതകളെ സഹിച്ച് നിങ്ങൾ ഈ മിഷണറിമാരും നിങ്ങളുടെ ജീവിതശൈലി കണ്ട് മറ്റുള്ളവരറിയണം യേശുവിനെ. അതിനുവേണ്ടിയാണ് ഇന്ന് നമ്മുടെ സുവിശേഷകരും കാര്യങ്ങളും നമ്മുടെ വൈദികരും എല്ലാവരും തന്നെ സഭാ നേതൃത്വത്തിലുള്ളവരും നമ്മുടെ വിശ്വാസങ്ങളും ആത്മായ നേതാക്കളും എല്ലാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണിത്. നമ്മളുടെ പ്രവർത്തനം കണ്ട്, നമ്മളുടെ ജീവിത ശൈലി കണ്ട് നമ്മൾ എങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു എന്നുള്ളത് കണ്ട് വേണം മറ്റുള്ളവരറിയണം. ക്രിസ്തുമസ് മെറി ക്രിസ്തുമസ് ആണ്, ഹാപ്പി ക്രിസ്തുമസ് ആണ് എന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ അത് പറയുകയാണ്. അത് നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ നമ്മൾ പുറപ്പാട് 32-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ ആ സീനായി മലയുടെ അടിവാരത്തിൽ പറയുന്ന പോലെ ആകും. പക്ഷേ മോശയുടെ ജനങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മോശയുടെ ശാസന അവർ സ്വീകരിച്ചു, അവർ പശ്ചാത്തപിച്ചു. നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മളെവിടെയെങ്കിലും സ്വീകരിച്ച് പശ്ചാത്തപിക്കുന്നുണ്ടോ? നമ്മളിത് ചെയ്ത് അവർ പശ്ചാത്തപിച്ചു, കർത്താവിനോട് അവരെ ക്ഷമ ചോദിച്ചു, ക്ഷമ യാചിച്ചു,
അവർ സകലതും അടിയറ വെച്ച് കർത്താവ് പറയുന്ന പോലെ ഇനി ഞങ്ങൾ ജീവിക്കത്തുള്ളൂ ചെയ്യത്തുള്ളൂ, കർത്താവ് ഞങ്ങളുടെ കൂടെ വേണം എന്നവർ പറഞ്ഞു. പക്ഷെ നമുക്കിതില്ല. നമുക്കിപ്പോഴും സാത്താൻ നമ്മളെ നിഗൂഢമാക്കി വെച്ചിരിക്കുകയാണ്, നമ്മുടെ മനസ്സുകളെയെല്ലാം തമസ്കരിച്ച് വെച്ചിരിക്കുകയാണ്, അവൻ്റെ കൂടെ ആയിരിക്കാൻ, അന്ധകാരത്തിലായിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മനസ്സുകളൊക്കെ, അപ്പോൾ ഈ നഷ്ടബോധം നമുക്ക് ഇല്ല. ഞങ്ങളിങ്ങനെ ആയിപ്പോയല്ലോ, ഞങ്ങൾക്ക് തെറ്റുപറ്റിയല്ലോ, ഈ ആഘോഷത്തിൽ കൊഴുപ്പിലായി പോയല്ലോ എന്നുള്ള ഇതില്ല. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ഇത് മനസ്സിലാക്കി നമ്മൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടെ, നമ്മുടെ ദൈവാലയത്തിലും ക്രിസ്തു ഇല്ല, യേശു ജനിക്കുന്നില്ല, പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞ് യേശു അവിടെയൊന്നും കാണത്തില്ല, അവിടെ ഉള്ള സാത്താനായിരിക്കും. അപ്പം മനസ്സിലാക്കണം. അപ്പം നമ്മളാണ് സാത്താനെയോ ദൈവത്തെയോ ആരെയാണ് നമുക്ക് വേണ്ടിയത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് യേശുവിനെ പുറത്താക്കാതെ പിശാചിനെ പുറത്താക്കുക. നമ്മൾ യേശുവിൻ്റെ ആത്മീയത നമ്മൾ സ്വീകരിക്കുക, ആത്മീയ സന്തോഷം സ്വീകരിക്കുക. അതിനുവേണ്ടി നമുക്ക് പശ്ചാത്താപ അനുഭവം നമ്മളിലുള്ള തെറ്റുകളിൽ, ഈ ആഘോഷത്തിലൊക്കെ ഇതുവരെയും വന്നു പോയിട്ടുള്ളതിലെല്ലാം, ഈ നോയമ്പിലുമൊക്കെ വന്നു പോയിട്ടുള്ളതെല്ലാം നമ്മൾക്ക് ഒരു അനുഭവം, പശ്ചാത്താപ അനുഭവം നമ്മളിലുണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരു തീവ്രമായ ആത്മീയ തിരുപ്പിറവി അനുഭവം എല്ലാ ദിവസവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുത്ത് പരമാവധി നിങ്ങൾ അത് ഷെയർ ചെയ്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബിൽ നിങ്ങളിത് കാണാനായിട്ടും കൂടെ എല്ലാവരെയും ഉപദേശിക്കുക. അത് അത്യന്താപേക്ഷിതമാണ്. എല്ലാവർക്കും ഈ നല്ല സുവിശേഷം എല്ലാവരിലും എത്തിക്കുക, ക്രിസ്തുവിൻ്റെ സുവിശേഷം. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം.